നമസ്കാരം. അമേരിക്കയുടെ സൈനികാധിപത്യം ലോകം ചോദ്യം ചെയ്യാൻ തുടങ്ങിയോ എന്ന ആശങ്ക ശക്തമാക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്നത്. ഇറാന്റെ ആകാശത്ത് അമേരിക്കൻ യുദ്ധവിമാനം തകർന്നു വീണമെന്ന റിപ്പോർട്ട് പുറത്തു വന്ന നിമിഷം മുതൽ ലോകരാഷ്ട്രീയത്തിൽ ഒരേ ഒരു ചോദ്യമാണ് ഉയരുന്നത്. അജയൻ എന്ന് കരുതപ്പെട്ട അമേരിക്കൻ സൈനിക ശക്തിക്ക് ഇപ്പോൾ വിള്ളൽ പറ്റിയോ എന്ന്. പശ്ചിമേഷ്യയിൽ വർഷങ്ങളായി അമേരിക്ക സൃഷ്ടിച്ച ഭീതിയുടെ സാമ്രാജ്യം തകർന്നു തുടങ്ങുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ ഇറാനിൽ നിന്നുള്ള ഓരോ വാർത്തയും നൽകുന്നത്. ബുഷഹർ പ്രവിശ്യയിൽ ഒരു ശത്രു വിമാനത്തെ തകർത്തു എന്ന ഇറാനിയൻ അവകാശവാദം അമേരിക്കൻ ആധിപത്യത്തിനെതിരായ ഒരു തുറന്ന വെല്ലുവിളിയാണ്. അമേരിക്ക ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ഇത്തരമൊരു അവകാശവാദം പോലും ആഗോളതലത്തിൽ വലിയ രാഷ്ട്രീയാഘാതമാണ് സൃഷ്ടിക്കുന്നത്. ഇറാന്റെ ബുഷർ പ്രവിശ്യയിൽ വെച്ച് അമേരിക്കൻ വിമാനം വെടിവെച്ചിട്ടെന്ന് ഇറാൻ വാദിക്കുന്നു. ഇറാന്റെ സ്റ്റേറ്റ് ടെലിവിഷനാണ് US വിമാനം തകർത്തതായി ആദ്യം വാർത്ത പുറത്തുവിട്ടത്. ബുഷർ പ്രവിശ്യയിലെ ജാം മേഖലയിൽ വെള്ളിയാഴ്ച പുലർച്ചെ ഒരു ശത്രു വിമാനം തടയുകയും അത് വെടിവെച്ചിടുകയും ചെയ്തതായി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിമാനത്തെ വിജയകരമായി ലക്ഷ്യം വെച്ചതായി ജാം കൗണ്ടി ഗവർണർ മസൂദ് തംഗേസ്താനി പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയത്. വിമാനം വെടിവെച്ചിട്ടതോടെ നഗരത്തിലെ സാഹചര്യം സാധാരണ നിലയിലായതായും അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്തു. ഗൾഫ് മേഖലയിൽ US-ഉം ഇറാനും തമ്മിൽ ശക്തമായ പിരിമുറുക്കം നിലനിൽക്കുന്നതിനിടയിലാണ് ഈ പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടുകൾ US സെൻട്രൽ കമാൻഡ് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഉണ്ടായത്. മേഖലയിൽ അമേരിക്കൻ വിമാനങ്ങളൊന്നും തന്നെ തകർക്കപ്പെട്ടിട്ടില്ല എന്നും തങ്ങളുടെ എല്ലാ വ്യോമാസ്തികളും സുരക്ഷിതമാണ് എന്നും US ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇറാൻ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ തെറ്റാണെന്ന് സെൻട്രൽ കമാൻഡ് Xലൂടെ വ്യക്തമാക്കി. അതേസമയം മേഖലയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള പിരിമുറുക്കം വീണ്ടും വർദ്ധിച്ചു കഴിഞ്ഞു. ഹോർമൂസ് കടലിടുക്കിന് സമീപം US-ഉമായി ബന്ധമുള്ള കപ്പലുകൾ ഉൾപ്പെടെ 4 കപ്പലുകളെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ലക്ഷ്യം വെച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിന് പിന്നാലെ ഇറാന്റെ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന എണ്ണ വ്യാപാര ശൃംഖലകൾക്കെതിരെ അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഇറാന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് എണ്ണ വരുമാനം ഉപയോഗിക്കുന്നത് തടയുകയാണ് ഉപരോധത്തിന്റെ ലക്ഷ്യമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞു. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ലിബിയ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ അമേരിക്ക നടത്തിയ യുദ്ധങ്ങൾ ലോകത്തിനു മുന്നിൽ അമേരിക്കയെ എതിർക്കുന്നവർ തകർന്നടിയുമെന്ന സന്ദേശം സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഇന്ന് അതേ അമേരിക്ക ഇറാനെ നേരിടുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവെന്ന പ്രതീതി ശക്തമാവുകയാണ്. കാരണം ഇറാൻ ഒരു സാധാരണ രാജ്യമല്ല. ദീർഘകാല ഉപരോധങ്ങൾക്കും സൈനിക സമ്മർദ്ദങ്ങൾക്കും നടുവിൽ സ്വന്തം പ്രതിരോധ ശേഷി വളർത്തിയെടുത്ത ശക്തിയാണ്. അമേരിക്കൻ വിമാനത്തെ വെടിവെച്ചിട്ടുണ്ടെന്ന അവകാശവാദം ശരിയാണെങ്കിൽ അത് ട്രംപ് ഭരണകൂടത്തിനും അമേരിക്കൻ സൈനിക അഭിമാനത്തിനും വലിയ തിരിച്ചടിയാകും. അതിലുപരി അമേരിക്കയുടെ അത്യാധുനിക യുദ്ധ സാങ്കേതിക വിദ്യകൾക്കും മിഡിൽ ഈസ്റ്റിലെ ആകാശാധിപത്യത്തിനും നേരിട്ടുള്ള വെല്ലുവിളി കൂടിയാകും ഇത്. ലോകം ഇതുവരെ അമേരിക്ക ആക്രമിച്ചാൽ എതിർ രാജ്യം തകർന്നു പോകുമെന്നായിരുന്നു കരുതിയത്. എന്നാൽ ഇപ്പോൾ സ്ഥിതി മറിച്ചാകുന്നതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. ഇതിനിടെ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ സൈനിക മുന്നറിയിപ്പുകൾ ശക്തമാക്കിയതും അമേരിക്കൻ സൈനിക താവളങ്ങൾക്കെതിരെ പ്രതികാര നീക്കങ്ങൾ നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സഖ്യകക്ഷികൾ പോലും ഭീതിയിലാണ്. എണ്ണവില, അന്താരാഷ്ട്ര വ്യാപാരം, ആഗോള സാമ്പത്തിക രംഗം എല്ലാം ഈ യുദ്ധ സാഹചര്യത്തിന്റെ ആഘാതത്തിൽ വിറങ്ങലിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, അമേരിക്കയ്ക്ക് ഇനി പഴയ പോലെ ഏകപക്ഷീയമായി യുദ്ധം ജയിക്കാനാകില്ല എന്ന തിരിച്ചറിവ് ലോകശക്തികൾക്കിടയിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. ഇറാൻ സൈനികമായി മാത്രമല്ല മാനസികമായും അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുകയാണ്. യുദ്ധം നീണ്ടുപോയാൽ അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും രാഷ്ട്രീയ സ്ഥിരതയ്ക്കും വലിയ ഭീഷണിയാകും. അതിനാൽ ഈ സംഭവത്തെ ലോകശക്തി സമവാക്യങ്ങൾ മാറി തുടങ്ങുന്നുവെന്ന മുന്നറിയിപ്പായി തന്നെയാണ് പലരും വീക്ഷിക്കുന്നത്. അമേരിക്കയുടെ ഭീഷണി രാജ്യത്വം ചോദ്യം ചെയ്യപ്പെടുകയും പശ്ചിമേഷ്യയിൽ പുതിയ ശക്തി കേന്ദ്രങ്ങൾ ഉയരുകയും ചെയ്യുന്ന ചരിത്ര നിമിഷത്തിന്റെ തുടക്കമായേക്കാം ഇത്.